ഹലോ വെൽക്കം ടു അവർ ചാനൽ മൈ സ്പിരിച്വൽ ജേർണി 1111. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ഈ ഒരു ടൈമിൽ എന്താണ്? കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജീസ് ആണ് ഫസ്റ്റ് കാർഡായിട്ട് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡ്സിന് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ബേർഡനിലാണുള്ളത്. കാരണം ഈ ഒരു വ്യക്തിയുടെ തലയിൽ ഒത്തിരിയധികം ബേർഡൻസ് ഉണ്ട്, ടെൻഷൻസ് ഉണ്ട്. മേ ബി ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. മേ ബി ഒത്തിരിയധികം ഒരു ബേർഡനിലാണ് ഈ ഒരു വ്യക്തി എനിക്ക് ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾക്കെതിരെയുള്ള നിങ്ങളോടുള്ള ഈ ഒരു വ്യക്തിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇവർക്കൊരു ഇമോഷൻസ് ഇല്ല, ഒരു ഫീലിങ്സ് ഇല്ല എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിലുള്ളത്. ഒരു റൂഡായിട്ടായിരിക്കാം മേ ബി നിങ്ങളോട് ട്രീറ്റ് ചെയ്യുന്നത്, റൂഡായിട്ടായിരിക്കാം നിങ്ങളോട് പെരുമാറുന്നുള്ളത്. പക്ഷേ എന്നാൽ പോലും ശരിക്കും ഇവരുടെ ട്രൂ ഫീലിങ്സ്, ട്രൂ ഇമോഷൻസ് എന്താണ് നിങ്ങളോടുള്ള, ശരിക്കും ഇവരുടെ മനസ്സിൽ എന്താണെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി പോലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല ഈ ഒരു ടൈമിൽ. അത്രയ്ക്കും റൂഡായിട്ടായിരിക്കാം, ക്ലിയർ കട്ടായിട്ടായിരിക്കാം നിങ്ങളോട് സംസാരിക്കുന്നുള്ളത്. ഒരു അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിക്കുള്ള ഒരു സംസാരമായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു ടൈമിലുള്ളത്. ഓക്കെ, നിങ്ങൾ വളരെയധികം ടെൻഷനിലാണ്, നിങ്ങൾ വളരെയധികം ബേർഡനിലാണ്. നിങ്ങൾക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇത്രയും കാലമായിട്ടൊരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തിരുന്നൊരു വ്യക്തി ഈ ഒരു ടൈമിൽ എങ്ങനെയാണ് ഇത്ര പെട്ടെന്നൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് മാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഒരു വ്യക്തി ഇത്ര റൂഡായിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു റീസൺ, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നുള്ളത്. സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെമിനി, ലിബ്ര, അക്വേരിയസ് എനർജീസ് ആണ്, എയർ സൈൻ ആണ് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത്, അതിപ്പം മേ ബി ഏത് തരത്തിലും ആയിക്കോട്ടെ, നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, മേ ബി നിങ്ങൾ നോർമൽ സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്തൊക്കെ റിലേഷൻഷിപ്പ്, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത് ഡെസ്റ്റൈൻഡ് ആണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതായത് ഓൾറെഡി നമ്മൾ പറയില്ലേ, ചില ആളുകളെ നമ്മൾ നമ്മുടെ ലൈഫിൽ മീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മേ ബി അതൊരു മാരേജിലേക്കാണെങ്കിൽ, അതായത് മാരേജ് ചെയ്താലും മാരേജ് ചെയ്തില്ലെങ്കിലും എല്ലാം നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഇന്ന സമയത്ത് സംഭവിക്കണം, ഇന്ന വ്യക്തികളെ നമ്മൾ മീറ്റ് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാണണമെന്നും ഇവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണമെന്നും നിങ്ങൾ ഇവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നും ഓൾറെഡി നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ റിട്ടേൺ ആയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇവരെ മീറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പെട്ടെന്ന് സഡൻലി തന്നെ നിങ്ങൾ ഇവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതും നിങ്ങൾ ഇവരുമായിട്ട് ഒരു ഡീപ്പ് ആൻഡ് ഇൻറ്റൻസ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ളതും അതിൻ്റെ റീസൺ അതാണ്. കാരണം നിങ്ങൾ ഇവരുമായിട്ട് ഒത്തിരിയധികം, പലപ്പോഴും നിങ്ങളുടെ എനർജീസ് നിങ്ങൾ അധികം ആളുകളുമായിട്ട് അങ്ങനെ കണക്റ്റഡ് ആവുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് ഇവരോടൊരു വല്ലാത്തൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരോടൊരു മുജ്ജന്മ ബന്ധം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏതോ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്, വലിയൊരു സോൾ കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു ടൈമിൽ. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. സോ ആ ഒരു എനർജീസ്, ആ ഒരു ഡെസ്റ്റൈൻഡ് ആണെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. നിങ്ങളും ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത് മേ ബി ഈ ഒരു ടൈമിൽ നിങ്ങളുടെ എനർജീസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ വളരെയധികം ഡൗൺ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂടുതലായിട്ടും നിങ്ങൾക്ക് നേരെ ചൂണ്ടി ഒന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല ഈ ഒരു വ്യക്തിയുടെ കാര്യം ഓർത്തിട്ട്. ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ്റെ എനർജീസിലായിരിക്കും നിങ്ങളിവിടെ ഈ ഒരു ടൈമിലുള്ളത് എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് രാത്രിയിൽ നിങ്ങൾക്ക് ഉറക്കമില്ല, നിങ്ങൾ എഴുന്നേറ്റ് നടക്കുക, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഓർത്തിട്ട് ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുക, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ നിങ്ങളുടെ ഫീൽ ചെയ്യുന്നുള്ളത് ഈ ഒരു ടൈമിൽ. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജീസ് ആണ്, സെവൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഒരു ബൗണ്ടറി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ബൗണ്ടറി എത്രമാത്രം സ്ട്രോങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രോങ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ പ്രസൻറ്റ് സിറ്റുവേഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവർക്ക് എന്തോ കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ കുറേ ബേർഡൻസും ടെൻഷൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബൗണ്ടറി ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്.
പലപ്പോഴും ഈ ഒരു വ്യക്തിയാണെങ്കിലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി തന്നെയാണ്. നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജീസ് ആണ്. പക്ഷേ ഇവർ അത്രമാത്രം പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ അത്രമാത്രം പ്രാക്ടിക്കൽ അല്ല. ഇവർക്കറിയാം ഒരു റിലേഷൻഷിപ്പിൽ എപ്പം ഇമോഷണൽ ആയിട്ട് നിൽക്കണമെന്നും എപ്പം പ്രാക്ടിക്കൽ ആയിട്ട് നിൽക്കണമെന്നും ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും അറിയാവുന്ന ഒരു എനർജീസ് ആണ്. സോ ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനിൽ ഒരു റൂഡായിട്ടുള്ള ഫേസിലാണ് നിൽക്കേണ്ടത് എന്നുള്ള ഒരു എനർജി ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ടായിരിക്കണം മേ ബി ഈ ഒരു ടൈമിൽ മേ ബി അതുപോലത്തെ സിറ്റുവേഷൻസ് ഇവരുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവാം. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കണം മേ ബി ഈ ഒരു ടൈം നിങ്ങളുടെ അടുത്തൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് എനർജീസ് ആണ് കേട്ടോ. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജീസ് ആണ്. നിങ്ങൾ ഇവരുമായിട്ട് വളരെ ഡീപ്പ് ആൻഡ് ഇൻറ്റൻസ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരു സ്റ്റേബിൾ ആയിട്ടാണ് കാണുന്നുള്ളത്. സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഇവരുമായിട്ട് സ്റ്റേബിളായിട്ട് ലൈഫ് ലോങ് പോകണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരെ മാരി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഒരു ചില സമയത്തെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ, പക്ഷേ എന്നാൽ പോലും നിങ്ങൾ സ്റ്റിൽ ഒരു സ്റ്റെബിലിറ്റി ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണെന്നാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. ശരിക്കും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. പക്ഷേ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കണം മേ ബി ഒരു വ്യക്തി ഇത്രയും റൂഡായിട്ട് നിങ്ങളോട് പെരുമാറുന്നതെന്നുള്ളതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു കണക്ഷനിൽ ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു വളരെ മോശമായിട്ടുള്ള ഒരു ടൈമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്ഗോ എനിക്കിവിടെ ഉണ്ടാവുമെന്ന് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ ഓഫ് ഫോർച്യൂൺ സെയിം ആ വീൽ എപ്പോഴും ടേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫേവറിൽ ആ ഒരു വീല് ടേൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേവറിൽ ഈ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഹൈ പ്രീസ്റ്റിൻ്റെ എനർജീസ് ഫീൽ ചെയ്യുന്നത് കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവർ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് വളരെയധികം ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെയധികം പലപ്പോഴും നിങ്ങൾ ഈ ഒരു വ്യക്തിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. കാരണം ഒത്തിരി അധികം കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അധികം പിടിതരാത്തൊരു പേഴ്സണാലിറ്റി ആയിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി. നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി മേ ബി വളരെയധികം സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ലേഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിരിക്കാം. സ്പിരിച്വൽ എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കണം ഈ ഒരു വ്യക്തി. ഒത്തിരിയധികം വളരെയധികം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം, അല്ലെങ്കിൽ വളരെ പലപ്പോഴും ഈ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇവരുടെ ക്യാരക്ടർ എന്താണെന്നോ എക്സാക്റ്റ് ഇവരുടെ മനസ്സിൽ എന്താണെന്നോ നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ടോ, അല്ലെങ്കിൽ ഒത്തിരിയധികം ഒരു മൂണിൻ്റെ എനർജീസ്, ഒരു ഹൈഡിങ് എനർജീസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഈ ഒരു വ്യക്തി അധികം പെട്ടെന്നൊന്നും ആരുടെയും മുന്നിൽ ഓപ്പൺ അപ്പ് ആവുന്ന ഒരു എനർജീസ് അല്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു പേഴ്സണെ കുറിച്ചിട്ട് ഫീൽ ചെയ്തത്. വളരെയധികം ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെക്കുന്ന ആളുകളെ ഏത് ടൈമിൽ എവിടെ നിർത്തണം എന്ന് അറിയുന്ന ആ ഒരു രീതിക്കുള്ളൊരു ക്യാരക്ടറാണ് ഈ ഒരു വ്യക്തിയുടെ ഇവിടെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നതും. പ്ലസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും വളരെയധികം ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങളിൽ നിന്നൊരു സെപ്പറേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ പലപ്പോഴും ഇവിടെ ഒരു ഫാമിലിയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഹസ്ബൻഡാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. റിലേഷൻഷിപ്പിൽ ഇവർ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർക്കത് പറ്റാത്തൊരവസ്ഥയായിരിക്കും ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കിങ് ഓഫ് കോയിൻസും ക്യൂൺ ഓഫ് കോയിൻസും വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേബിൾ ആവണം, അല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ടൈമിലാണ് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്കാണെങ്കിലും നിങ്ങളുടെ ആബ്സെൻസ് ഒത്തിരി അധികം ഒരു ഇൻകംപ്ലീഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. സംതിങ് എൻ്റെ ലൈഫിൽ നിന്ന് മിസ്സിംഗ് ആണ് എന്നുള്ളൊരു എനർജി, ഒരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. സെയിം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്കും ഇവർ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്നുള്ളൊരു എനർജിയാണ്.
ഓക്കെ. സോ മെയ്ഡ് ഫോർ ഈച്ച് അതർ എനർജീസ് ആണ്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു സ്റ്റാറിൻ്റെ എനർജീസ് ആയിരിക്കാം. മേ ബി എന്തെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരിക്കാം, ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം. എനിക്കിതിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിക്ക് ഉടമയായിരിക്കാം ഈ ഒരു വ്യക്തി. ഇവർക്ക് ഒത്തിരി അധികം ആളുകൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടാകും. ഓപ്ഷൻസിനൊന്നും യാതൊരു തരത്തിലുള്ള ഒരു കമ്മി ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം സ്റ്റാർ എപ്പോഴും വളരെയധികം ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജീസാണ്. പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഉള്ള ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു കണക്ഷൻ നമ്മളെപ്പോഴും എന്താ പറയുക, സ്റ്റാർസിനെ എപ്പോഴും നമ്മൾ ആകാശത്ത് നമുക്കതിനെ നോക്കിക്കാണാനേ പറ്റുന്നുണ്ടാവുള്ളൂ, എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കണക്ഷനെയും പലപ്പോഴും നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു കണക്ഷനെ നോക്കിക്കാണുക അല്ലാതെ അതിൽ ഈ ഒരു കണക്ഷനിൽ സ്റ്റേബിൾ ആയിട്ടിരിക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ വാങ്ങിക്കാനായിട്ടോ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു വ്യക്തി ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നൈറ്റ് ഓഫ് കോയിൻസിൻ്റെ എനർജീസ് ആണ്. ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെയിൻ റീസൺ ഐ തിങ്ക് ഈ ഒരു വ്യക്തി ഏതോ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനിൽ നിന്ന് സ്റ്റക്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കണക്ഷനിൽ ഞാൻ മൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് ഈ ഒരു വ്യക്തി സ്റ്റക്കായി ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് എനിക്ക് തോന്നുന്നു മൈൻഡ് അങ്ങോട്ടേക്കാണ്, ലൈക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിലും ജസ്റ്റ് ഇവരുടെ പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റ് അത് വേറൊരു രീതിക്ക് പ്രശ്നങ്ങളെ തിരിച്ചു വിടുകയാണ്. അല്ലെങ്കിൽ ഒരു ഇവരുടെ മൈൻഡ് അവിടെയാണെന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ടിരിക്കുന്ന ആ ഒരു എനർജി ഇവരെ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. കാരണം ഈ ഒരു വ്യക്തി വളരെയധികം പ്രാക്ടിക്കലാണ്, വളരെയധികം മൈൻഡ് പവർ ഉള്ളൊരു വ്യക്തിയാണ്. കൂടുതലായിട്ടും ബ്രെയിൻ ഇമോഷൻസിനെ കഴിഞ്ഞും കൂടുതലും മൈൻഡ് പറയുന്ന കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിൽ നിങ്ങളോട് താല്പര്യമുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ട്, നിങ്ങളോട് സോഫ്റ്റായിട്ട് സംസാരിക്കണം എന്നുണ്ട്, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കാതിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിൽ പിന്നീട് ഇവർ കൂടുതലായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ ഒരു പാകപ്പിഴകൾ അല്ലെങ്കിൽ ഏതോ തരത്തിലുള്ള ഒരു സംതിങ് വേണ്ട നിങ്ങളുടെ ഒരു കണക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ റോങ് ആയി നടക്കും എന്നുള്ളൊരു എനർജി ഒരു വ്യക്തിക്ക് വന്നു പോയിട്ടുണ്ട്. സോ ആ ഒരു എനർജി കൊണ്ടാണ് ഇവിടെ ഒരു ബൗണ്ടറി സഡൻലി ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സഡൻലി ഒരു വ്യക്തി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ലെറ്റ്സ് ബൈ ഹിയർ വീൽ ഓഫ് ഫോർച്യൂൺ ഡിവൈൻ. നമുക്കിവിടെ ജസ്റ്റിസിന്റെ കാർഡാണ്, ജഡ്ജ്മെന്റിന്റെ കാർഡാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. ജഡ്ജ്മെന്റിന്റെ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ സ്പിരിച്വൽ കണക്ഷനാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു സ്പിരിച്വൽ കണക്ഷൻസ് ഒക്കെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള കണക്ഷൻസ് ആണ്, വളരെ അപൂർവമായിട്ടുള്ള കണക്ഷൻസ് ആണ്. സോ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടൊരു ഈ ഒരു ടൈമിൽ ഫിസിക്കൽ വേൾഡിൽ നിങ്ങൾ കണക്റ്റഡ് അല്ലെങ്കിലും നിങ്ങളുടെ സോളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഈ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തിയെ ഈ ഒരു ജന്മം തന്നെ മീറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ടൈമുണ്ട്. മേ ബി ഈ ഒരു ടൈം നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യാനുള്ള ഫേവറിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇവിടെ ഈ ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളും തേർഡ് പാർട്ടി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സിറ്റുവേഷൻസുമായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു എനർജിയാണ്, ഒരു ജഡ്ജ്മെൻറ്റ്. നിങ്ങളുടെ അടുത്തേക്ക് വരണോ, നിങ്ങൾ ഇട്ടിട്ട് പോകണോ, നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷനിൽ മുന്നോട്ടേക്ക് പോകണോ, അതൊരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുപോകണോ എന്നുള്ള രീതിക്ക് ഒരു വ്യക്തിക്ക് കൺഫ്യൂഷനാണ്. നല്ല രീതിക്ക് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്, പക്ഷേ ഈ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇമോഷൻസ് ഉണ്ടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിലും മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും മൈൻഡ് പവർ ഈ ഒരു വ്യക്തിക്കുണ്ട്. വൺസ് ഈ ഒരു വ്യക്തി ഒരു കണക്ഷൻ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞ് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കണക്ഷനിലേക്ക് റീ എൻട്രി ചെയ്യുകയോ അല്ലെങ്കിൽ അതിലേക്ക് തിരിഞ്ഞു നോക്കുകയോ ചെയ്യുന്ന ഒരു എനർജി അല്ല എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഈ ഒരു പേഴ്സൻ്റെ. ഓക്കെ, സ്റ്റിൽ ഈ ഒരു വ്യക്തി സ്റ്റക്കാണ് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ. ഇവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുള്ള ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഇതിനെ കുറിച്ചിട്ട്. ലവേഴ്സിൻ്റെ എനർജീസ് ആണ് ഞാൻ വന്നിട്ടുള്ളത്. ഓൾറെഡി പറഞ്ഞില്ലേ നിങ്ങളുമായിട്ടൊരു സോൾ കണക്ഷൻ, ഒരു മാഗ്നറ്റിക് പുൾ അട്രാക്ഷൻ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തി അധികം ആരുടെ അടുത്ത് അങ്ങനെ അടുക്കുന്നുണ്ടാവില്ല, അല്ലെ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്കത് പറ്റിയിട്ടുണ്ടാവും ഈ ഒരു വ്യക്തിനെ കൺട്രോൾ ചെയ്ത് പോകാനായിട്ടും. ഇവരെ എനിക്ക് ആ ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. വളരെ ഡീപ്പ് ആൻഡ് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. കാരണം ഒരാൾ വളരെയധികം ഇമോഷണലാണ്, ഒരാൾ വളരെയധികം മസ്കുലൻ എനർജിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രാക്ടിക്കലാണ്. ഇമോഷൻസ് ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ഇമോഷൻസ് ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റാണ് ഇവിടെ ഈ ഒരു വ്യക്തിക്കുള്ളത്.
ഇവിടെ എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ട് ഇവിടെ മാരേജിൻ്റെ എനർജീസ്, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മാരി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. കാരണം പക്ഷെ എന്നാൽ പോലും ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു എനർജിയിലേക്ക് പ്രസൻ്റ്ലി നിങ്ങളുമായിട്ടുണ്ട്. ഡീപ്പായിട്ടൊരു സോൾ ലെവൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട്. നിങ്ങൾ വളരെയധികം മെച്യൂരിറ്റിയോട് കൂടി ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനെ നോക്കിക്കാണുന്നതെന്ന് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. കാരണം ഈ ഒരു കണക്ഷനിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ടവർ മൂവ്മെൻറ്റ്സ് നിങ്ങൾ എക്സ്പെക്റ്റ് പോലും ചെയ്യാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ പലപ്പോഴും ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നു എന്നുള്ള എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു എനർജിക്കല്ല കണക്ഷൻസ് പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പ്ലസ് നിങ്ങളുടെ എഫോർട്ടിന് അത്രയ്ക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ചാരിയറ്റിൻ്റെ എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഇവിടെ ആക്ഷൻ, ഈ ഒരു ആക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തിക്ക് കുറേ ടൈം എടുക്കുന്നുണ്ടാവും. കാരണം ഈ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഒരു അതിപ്പം നിങ്ങളുടെ വിഷയം മാത്രമല്ല, ഇവരുടെ ലൈഫിൽ ഓവറോൾ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ. ഇത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, കുറേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതിൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 തവണ അവർ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടാവും. കാരണം നാളെ ഒരിക്കൽ അതിലൊരു മിസ്റ്റേക്ക് സംഭവിച്ചു അല്ലെങ്കിൽ നാളെ ഒരിക്കൽ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളൊരു ചിന്ത ആ ഒരു വ്യക്തിക്ക് വരാതിരിക്കണം എന്നുള്ള ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. ഇവിടെ ഇപ്പം ഈ ആയിരിക്കുന്ന സിറ്റുവേഷൻസ് ഡെവിലിൻ്റെ എനർജീസ് ആണ്. നിങ്ങളോട് വല്ലാത്തൊരു ഒബ്സഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, വല്ലാത്തൊരു ഒരു അഡിക്ഷൻ ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഈഗോ, ആറ്റിറ്റ്യൂഡ്, അരഗൻസ്, ആ ഒരു എനർജീസ് ഉണ്ടല്ലോ, അതിന് ഈ ഒരു വ്യക്തിക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തി സേഫാണ്. ഓക്കെ, പലപ്പോഴും സ്വന്തം ബെനിഫിറ്റ്സ് മാത്രം നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ ഈ ഒരു വ്യക്തി. ഇപ്പം നിങ്ങളുടെ കൂടെ ഈ ഒരു കണക്ഷനിൽ നിന്നാലും പ്രത്യേകിച്ച് എന്ത് ബെനിഫിറ്റ്സാണ് എനിക്ക് കിട്ടാനുള്ളത് എന്നുള്ളൊരു എനർജി, ഒരു ചിന്താഗതി ഈ ഒരു വ്യക്തിക്കുണ്ട്. ഇപ്പോൾ അവിടെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണല്ലേ, റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്ത് ആണെങ്കിൽ പോലും ഓൾവേസ് റോങ് ചൂസ് ചെയ്യാനായിരിക്കും ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടം. കാരണം മേ ബി ആ ഒരു റോങ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും ഇയാളുടെ ബെനിഫിറ്റ്സ് ഉള്ളത്. ഹെർമിറ്റ് എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ ശാരീരികവും മാനസികവുമായിട്ടൊരു വളരെ ഡീപ്പ് ആൻഡ് ഇൻറ്റൻസ് കണക്ഷൻ നിങ്ങളോട് ഇവർക്കുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ പറയില്ലേ, ചില സമയത്ത് വ്യക്തികൾക്ക് ക്ലാരിറ്റി ഇല്ലാതാവുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് മാറ്റർ ഓഫ് എ ടൈം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ടൈമിൻ്റെ ഇഷ്യൂസ് ആയിരിക്കണം നിങ്ങളുടെ ഈ ഒരു കണക്ഷനിലും ഇത്രയും ഒരു സെപ്പറേഷൻ എനർജി അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജീസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് റീസെൻ്റ് ആയിട്ടുള്ള കാർഡ്സിൽ. സോ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളിൽ സ്റ്റക്കാണ്. പക്ഷേ എന്നാൽ പോലും ഇവിടെ ഇവർക്കൊരു ക്ലാരിറ്റി ഇല്ല. ഇവിടെ ഒരു സോൾ സെർച്ചിങ് എനർജീസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു റീകോൺസിലേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജീസ് വേണമെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഹീൽ ആവുന്നുണ്ടാവണം. 10 ഓഫ് സോർട്സ്, ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി വളരെയധികം ഡൗൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നുള്ളത്. പക്ഷേ എന്തോ നിങ്ങളെക്കുറിച്ചിട്ടാണെങ്കിലും ചിന്തിക്കുന്നത് ഈ ഒരു കണക്ഷൻ ടോട്ടലി എൻഡായി, ഇനി ഇവിടെ ഒരു തരത്തിലുള്ള ഹോപ്പും ഇല്ല എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്കുള്ളത്. മേ ബി അത് ഏതോ ഒരു ഇഷ്യൂസ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. മേ ബി എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാം, ട്രസ്റ്റ് ഇഷ്യൂസ് ആവാം, മേ ബി ട്രസ്റ്റ് ഇഷ്യൂസ് കൂടുതലായിട്ടുണ്ടാവാം ഇവിടെ, അല്ലെങ്കിൽ ഫാമിലി പ്രശ്നങ്ങളാവാം, ഫാമിലി ആവാം, എന്തൊക്കെയോ ഇഷ്യൂസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. മേ ബി ആ ഒരു ഇഷ്യൂസ് കൊണ്ട് ഇവിടെ ഈ ഒരു കണക്ഷൻ എൻഡായി. ഇനിയിപ്പം എൻഡ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ബിലീവ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും അത് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എഫോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, എനിക്കുള്ളത് എപ്പോഴും എൻ്റെ അടുത്ത് വരുന്നുണ്ടാവും. ഇനി എനിക്കുള്ളതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര എഫോർട്ട് എടുത്തെന്ന് പറഞ്ഞാൽ അത് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവില്ല എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. പ്ലസ് ഇവിടെ 3 ഓഫ് സോർട്സിൻ്റെ എനർജീസ് വന്നിട്ടുണ്ട്. വളരെയധികം ഹേർട്ടായിട്ടുള്ള ഒരു എനർജീസാണ്, വളരെയധികം ഡൗൺ ആണ്, വളരെയധികം നമ്മളൊരു 3 സോഴ്സ് ചങ്കിൽ കുത്തിയിറക്കുന്ന അത്രയും പെയിൻ ഈ ഒരു വ്യക്തിക്കുണ്ട്. ഒരു 10 സോഴ്സ് ബോഡിയിൽ കുത്തിയിറക്കുമ്പോൾ അത്രയ്ക്കും ഒരു പെയിൻ ഈ ഒരു വ്യക്തിക്കുണ്ട്. പക്ഷേ എങ്കിൽ ഈ ഒരു പെയിനൊന്നും ഈ ഒരു വ്യക്തി കാണിക്കുന്നുണ്ടാവില്ല. ഇതൊരു ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിരിക്കും. എന്നിട്ടായിരിക്കും ഇവിടെ ഒരു കിങ് ഓഫ് സോൾട്സ് ആയിട്ട് അല്ലെങ്കിൽ ഇമോഷൻസ് ഇല്ല എന്നുള്ള രീതിക്ക് ഒരു വ്യക്തി ഇരിക്കുന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളുടെ ക്രഷിന് വേണ്ടിയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ അൺകൺഫസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കാം. മേ ബി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേബിൾ ആയിട്ടിരിക്കണം എന്നും സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ അപ്പ് ആവുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു കണക്ഷൻ എൻഡ് ആയിട്ടുണ്ടാവാം ഈ ഒരു ടൈമിൽ, അല്ലെങ്കിൽ എൻഡ് ആവാൻ പോകുന്നു. നിയർ ഫ്യൂച്ചറിൽ ഈ ഒരു കണക്ഷൻ എൻഡ് ആകും എന്നുള്ളൊരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി കുറച്ച്
ഇമോഷണലി കണക്റ്റഡ് ആണെങ്കിലും ഇവർ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഹേർട്ട് ആവുന്ന ഒരു എനർജി, ഇവർക്ക് ഹേർട്ട് ആവുന്നു അല്ലെങ്കിൽ അവിടെ ഒരു റെഡ് ഫ്ലാഗ് വരുന്നു എന്നുള്ളൊരു എനർജി വരുമ്പോൾ ഈ ഒരു വ്യക്തി അപ്പം തന്നെ അവിടെ നീക്കി പോകുന്നുണ്ടാവും, അവിടെ നിൽക്കുന്നുണ്ടാവില്ല, സ്റ്റേ ചെയ്ത്. ആ ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഫീൽ ചെയ്യുന്നത്. ദെൻ ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഫൂളിൻ്റെ എനർജീസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫുൾ ഓക്കെ. ഈ ഒരു കണക്ഷനിൽ ന്യൂ ബിഗിനിങ് ഉണ്ട്, പക്ഷേ എങ്കിൽ ഇവിടെ ഒരു ഹീലിങ്ങിൻ്റെ എനർജിയും അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? സക്സസ്. ഇവിടെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കണക്ഷനിൽ എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ദി സിറ്റുവേഷൻ വിൽ ബി ഇംപ്രൂവ് എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഈ ഒരു ടൈമിൽ ഈ ആയിരിക്കുന്ന സിറ്റുവേഷൻസ്, ഈ ഒരു ഡെത്തിൻ്റെ എനർജി അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ എൻഡിങ്ങിൻ്റെ എനർജി, ഒരു ബ്രേക്കപ്പിൻ്റെ എനർജി, ഒരു സെപ്പറേഷൻ്റെ എനർജിയിലാണ് നിങ്ങളുടെ കണക്ഷൻ നിൽക്കുന്നെങ്കിൽ പോലും ദി സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ്. ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആവും. നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ ഒരു സക്സസ് കിട്ടുന്നുണ്ടാവും. നിങ്ങൾ എന്താണോ ഈ ഒരു കണക്ഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജി, നിങ്ങൾ മാരേജ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാരേജ് നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം ഏത് തരത്തിലാണോ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു സക്സസ് ആഗ്രഹിക്കുന്നത് ആ ഒരു സക്സസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഏഞ്ചൽസ് അതാണ് പറയുന്നുള്ളത്. ലെറ്റ്സ് മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നുള്ള എനർജീസാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, കാമായിട്ടിരിക്കുക, കൂടുതൽ ടെൻഷൻസ് ഒന്നും ആവേണ്ട. ഈ കണക്ഷൻ ഓൾറെഡി ഡെസ്റ്റൈൻഡ് ആണ്, നിങ്ങൾക്കുള്ള കണക്ഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വറീഡ് ആയിരിക്കുമൊന്നും വേണ്ട. കാരണം ഓൾറെഡി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജനിക്കുന്ന ടൈമിൽ തന്നെ ദൈവം ഒരാളെ നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടാവും. മേ ബി നിങ്ങൾ അത് തന്നെ ചിന്തിച്ചു, ആ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ ചിന്തിച്ചോ. കാരണം ആ ഒരു വ്യക്തിയാണ് നിങ്ങൾ ആക്സിഡൻ്റലി മീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറയില്ലേ, കറക്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ലൈഫിൽ ആരാണ് വരേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് പാർട്ട്ണറിനെ ദൈവം ഓൾറെഡി നമുക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നുണ്ടാവും. ഓക്കെ, മേ ബി അതാവാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആവാം. നിങ്ങൾ ഓൾറെഡി ഈ ഒരു വ്യക്തിയെ കണക്റ്റഡ് ആയിട്ടിരിക്കണം എന്ന് യൂണിവേഴ്സായിട്ട് തീരുമാനിച്ചിട്ടുള്ളൊരു എനർജിയാണ്. സോ പക്ഷേ ഈ ഒരു ടൈം ശരിയല്ല, ടൈമിൻ്റെ ഇഷ്യൂസാണ്. പെർഫെക്റ്റ് ടൈമിങ്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട്. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരു കണക്ഷനിൽ ഒരു സക്സസ് ഉണ്ടാവും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലൊരു ഹാപ്പി എൻഡിങ് ഈ ഒരു കണക്ഷനിൽ ഉണ്ടാവും എന്നുള്ളൊരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.